ഇപ്പോൾ ഇതൊരു മാൻമേഡ് ഡിസാസ്റ്റർ എന്നുള്ള രീതിയിലാണ് വിലയിരുത്തപ്പെടുന്നത്. കാരണം അവിടെ ആ പാത നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതു തരത്തിലാണ് അതിന്റെ നിർമ്മിതി, അത് എത്ര കാലമായി അവിടെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മണ്ണിടിച്ചിൽ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നതുകൂടിയാണ്. പക്ഷേ അവിടെ ഇവർക്ക് ഈ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് സംഭവിച്ചിട്ടുള്ള പാളിച്ചയാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. മറ്റൊന്ന്, ഈ സ്ഥലം എവിടെയാണ് കൃത്യമായിട്ട് നമുക്ക് ആ മാപ്പിൽ മനസ്സിലാക്കാൻ സാധിക്കും. സ്ഥലം എവിടെയാണ്, അവിടെ എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ധന്യ, കേരളം പ്രാർത്ഥനകളോടുകൂടി അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ആ ഗൂഗിൾ മാപ്പ് വഴി ആ സ്പോട്ട് ഒന്ന് ലൊക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കന്യാകുമാരി പനവേൽ ദേശീയപാതയാണ്. മലയാളികളൊക്കെ നിരന്തരം കന്യാകുമാരി പോകുന്ന, സ്ഥിരമായി യാത്ര ചെയ്യുന്ന റൂട്ടും കൂടിയാണ്. പല ആളുകൾക്കും പരിചയം ഉണ്ടാവും. അപ്പോൾ ഈ റൂട്ടാണത്. ഈ റൂട്ടിൽ ഈ ഇൻസിഡൻറ്റ് നടന്ന സ്പോട്ടിനടുത്തായി വരെ 4 വരി പാതയുണ്ട്. ഇവിടെ വരെ 4 വരി പാത നമുക്ക് കാണാം. ഇപ്പുറത്തും ഈ സ്പോട്ട് എത്തുന്നതിൻ്റെ തൊട്ടിപ്പുറത്തും മീറ്ററുകൾക്ക് പിറകിലും 4 വരി പാതയുണ്ട്. ഈ മണ്ണിടിച്ചിൽ നടന്ന ഭാഗത്തായി മാത്രം ഒറ്റവരി പാതയാണ്. അപ്പോൾ ഇത് 4 വരി പാതയാക്കാൻ വേണ്ടിയുള്ള റോഡ് നിർമ്മാണ പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു കുന്നാണ്, വലിയൊരു കുന്നാണ്. ആ കുന്നിൻ്റെ സൈഡാണ് ഇടിഞ്ഞത്. തൊട്ട് മുന്നിൽ ഗംഗാവതി നദി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇത് ദേശീയപാത ആയതുകൊണ്ട് തന്നെ ദീർഘദൂര ട്രക്കുകളുമൊക്കെ സ്ഥിരമായി ഈ വഴിയിലൂടെ പോകുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായി ആളുകൾ, ഈ ട്രക്ക് ഡ്രൈവർമാരൊക്കെ ഈ പാതയോരങ്ങളിൽ, ഈ നാഷണൽ പാതയുടെ ഓരങ്ങളിൽ വാഹനം വെച്ച് റെസ്റ്റ് എടുക്കുന്നതും ചായ കുടിക്കാനൊക്കെ വേണ്ടി പോകുന്നതും പുഴയുള്ളത് കൊണ്ട് കുളിക്കാൻ വേണ്ടി പോകുന്നതുമൊക്കെ സ്ഥിരമാണ്. അപ്പോൾ അതുപോലെ ഈ രാവിലെ 9 മണിക്ക് 16-ാം തീയതി രാവിലെ 9 മണിക്കാണ് ഈ ലാൻഡ് സ്ലൈഡ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 4 വരി പാതയാക്കാൻ വേണ്ടി കുന്ന് ഇടിച്ചുകൊണ്ട് ഇവിടെ കല്ലുപയോഗിച്ച് കെട്ടുന്ന പ്രവർത്തികൾ നടന്നു വരികയാണ്. ഈ കല്ലുപയോഗിച്ച് കെട്ടുന്ന പ്രവർത്തികൾ നടന്നു വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ടീ ഷോപ്പ്, ഈ ടീ സ്പോട്ട് ആൻഡ് ഫിഷ് ഷോപ്പ് ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഈ സൈഡുകളിലൊക്കെ ടീ സ്പോട്ടുകളുണ്ട്. അപ്പോൾ അന്ന് ഈ 16-ാം തീയതി ലാൻഡ് സ്ലൈഡ് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ 4 പേർ നിലവിൽ മരിച്ചിട്ടുണ്ട്. ആ 4 പേർ ഈ ടീ ഷോപ്പ് നടത്തിയിരുന്ന ആളാണെന്നാണ് മനസ്സിലാകുന്നത് നമുക്ക്. ഒപ്പം ഇതിൽ കാണാതായ ആളുകളുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഭാഗം ഒന്ന് കൃത്യമായി സ്പോട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുകയാണ്. ശരി, ഇതാണ് അതിന്റെ ഒരു ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൈഫ്, ഇവിടെ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പണി നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇങ്ങനെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള, പ്രത്യേകിച്ച് ഈ ഹൈവേ 66-ലൊക്കെ വലിയ രീതിയിൽ ഇവർ കെട്ടി നിർത്താറുണ്ട് മണ്ണൊക്കെ. പക്ഷേ അത്തരത്തിൽ യാതൊന്നും ഈ ഹൈവേയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണോ? ഇത്രയധികം ലോഡുമായൊക്കെ വാഹനങ്ങൾ പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ യാതൊരു നിരീക്ഷണവും ഈ പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിയിരുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആ റൂട്ട് ഇവിടെ കാണാം നമുക്ക് ധന്യ. ഈ റൂട്ട് ഇവിടെ കാണാം. ഇതാ ഒറ്റവരി പാത മാത്രമാണ്. ഇവിടെതായി കുന്നിൻ്റെ സൈഡ് ഇടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ പാതയുടെ വീതി കൂട്ടുന്നത്. ആ പാതയുടെ വീതി കൂട്ടുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായും ഈ സൈഡിൽ 16-ാം തീയതി രാവിലെ 9 മണിക്ക് ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ഈ സൈഡിൽ എവിടെയെങ്കിലും വാഹനം പാർക്ക് ചെയ്ത് ഒന്നുകിൽ ആ വാഹനത്തിനകത്തുണ്ടായിരിക്കണം അർജുൻ, അല്ലെങ്കിൽ ഇപ്പോൾ കുടുംബം പറയുന്നത് പോലെ ആ സമയത്ത് 9 മണിക്ക് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അദ്ദേഹത്തിൻ്റെ ഫോൺ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഇൻസിഡൻറ്റ് നടന്ന 9 മണിക്ക് ശേഷം ഫോൺ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഏറ്റവും ഒടുവിലായി കർണാടകയിലെ മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഫോൺ വർക്ക് ചെയ്യുന്നൊരു GPS ഇങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ കർണാടകയിലെ മാധ്യമങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്ന അനുസരിച്ച് തൊട്ട് മുന്നിലുള്ള പുഴയിലേക്ക് ഈ വാഹനം ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ഭാഗമായിട്ട് ഒഴുകിപ്പോയിട്ടുണ്ടാകണം, മാറിപ്പോയിട്ടുണ്ടാകണം. അപ്പോൾ പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് വാഹനം എന്നുള്ളൊരു കാര്യം നിലവിലിപ്പോൾ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഒരു പരിശോധന നടക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും ഈ മണ്ണിനടിയിൽ തന്നെയാണ് ലോറി ഉള്ളതെങ്കിൽ സ്വാഭാവികമായും GPS മൂവ് ചെയ്യില്ല. അപ്പോൾ ഈ പുഴയിലേക്ക് വാഹനം പോയിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ വാഹനം പുഴയിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കർണാടകയിലെ മാധ്യമങ്ങളും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ അത്തരമൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നുണ്ട്. എന്തായാലും ഈ സ്പോട്ടിൽ ഈ റോഡ് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ അതുകൊണ്ട് തന്നെ ഒപ്പം സ്ഥിരമായി ട്രക്കുകളും വലിയ വാഹനങ്ങളും ഒക്കെ പോകുന്നതുകൊണ്ട് തന്നെ നിരവധി ടീ ഷോപ്പുകളും കഫ്തീരിയകളും ഒക്കെ ഉണ്ട്.
അപ്പോൾ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടി ട്രക്ക് ഉടമകൾ ലോറി ഡ്രൈവർമാരൊക്കെ ആ സൈഡിൽ പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു പാർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഇൻസിഡന്റ് നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കനത്ത മഴ ഈ ഭാഗത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. വീണ്ടും മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. മണ്ണിടിയാനുള്ള സാധ്യതകൾ വീണ്ടും ഉണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും മണ്ണ് നീക്കി അതിനകത്ത് തന്നെയാണോ ഇപ്പോൾ അർജുൻ്റെ ലോറി ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. പൂർണ്ണമായി മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു വ്യക്തത അതിനകത്ത് വരൂ. അപ്പോൾ പൂർണ്ണമായി മണ്ണ് നീക്കാൻ ഈ കനത്ത മഴ കാരണം പറ്റുന്നില്ല എന്ന് ആ മേഖലയിലെ SP ഇപ്പോൾ എം കെ രാഘവൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എം കെ രാഘവൻ SP വിളിച്ച് സംസാരിച്ചപ്പോഴും മണ്ണ് പൂർണ്ണമായും നീക്കാൻ കഴിയുന്നില്ല. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. അതൊരു പ്രതിസന്ധിയാണ്. അപ്പോൾ പൂർണ്ണമായും മണ്ണ് നീക്കി അതിനകത്ത് ലോറി ഉണ്ടോ അതല്ല പുഴയിലേക്ക് ഒഴുകി പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നാൽ മാത്രമേ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുള്ളൂ. യെസ്, അതിലുള്ള സെർച്ചിങ്ങും ഒക്കെ നടക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.